ആകെയൊട്ടും പായാക്കാതെ മുകളിലേക്ക് ഓടി ദേവിനെ കാണാൻ. ദേവ, നിവി അവൾ വീട്ടിലേക്ക് പോയെന്ന്. അവിടെ അയാൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ വിളിച്ചിട്ട് കിട്ടുന്നില്ലടാ. ദേവിനും നവിയും ഒരു നിമിഷം ഞെട്ടിത്തരിച്ചെന്നു. ദേവേട്ട, എന്റെ നിവി മുളകളെ എന്തെങ്കിലും ചെയ്യൂ. ഇല്ല, സമ്മതിക്കില്ല ഞാൻ. നീ വാ, നമുക്ക് ഉടനെ പോവാം. ഒരു നിമിഷം പോലും പായാക്കാതെ ദേവിനും അകിയും നവിയും വണ്ടിയിലേക്ക് കയറി. ഒപ്പം കാര്യം അറിഞ്ഞില്ലെങ്കിലും നീതുവും കയറി. പോകുന്ന വഴിക്ക് അവൾ പലതവണ വിളിച്ചു നോക്കിയെങ്കിലും ഫലം കണ്ടില്ല. നവിക്ക് ഫോണില്ലാത്തത് കൊണ്ട് അവിടെയുള്ള ആരെയും വിളിച്ചു ചോദിക്കാനും കഴിഞ്ഞില്ല. സ്ട്രൈക്ക് കാരണം നിവി വേഗം വീട്ടിലേക്ക് പോന്നു. നവിയുടെ കല്യാണത്തിന് പിറ്റേന്ന് തന്നെ അവളെ ചിറ്റയുടെ വീട്ടിലേക്ക് വിട്ടിരുന്നു. അവിടെ നിന്ന് നേരെ ഹോസ്റ്റൽ. ഇടയ്ക്ക് വീട്ടിലേക്ക് വരുന്ന കാര്യം പറയുമ്പോൾ നവി അവളെ വിലക്കിയിരുന്നു. ഹോസ്റ്റലിൽ തന്നെ നിന്നാ മതിയെന്ന് നവി പറഞ്ഞതും നവി ഇല്ലാതെ ആ വീട്ടിൽ അവൾ ഒറ്റയ്ക്കാകുമെന്ന് ഓർത്ത് അവളും വരില്ലെന്ന് പറഞ്ഞിരുന്നു. സ്ട്രൈക്ക് ആയപ്പോൾ നവിയെ കാണാൻ പോകാമെന്ന് കരുതിയിരുന്നു നിവിയെ ഷാജിയാണ് വിളിച്ച് വീട്ടിലേക്ക് വരാൻ നിർബന്ധിച്ചത്. നവി ഒരുപാട് മിസ് ചെയ്യുന്നു പറഞ്ഞ് സങ്കടപ്പെട്ടപ്പോൾ അവൾക്ക് ഇവരെ നിവർത്തിയില്ലായിരുന്നു. ഉച്ചയോടെ വീട്ടിലെത്തിയിരുന്നു. അമ്മയില്ലെന്ന് അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത്. അച്ഛൻ്റെ കൂടെ ഇരുന്ന് അവൾ ഭക്ഷണം കഴിച്ചു. ഉച്ചയ്ക്ക് അവിടെയുള്ള ലൈബ്രറി വരെ പോയി. വൈകിയാണ് അവൾ വന്നത്. വീട്ടിലെത്തിയപ്പോഴേക്കും ഫോൺ ചാർജ് ചെയ്യുന്ന ഓഫായിരുന്നു. ഫോൺ ചാർജിലിട്ട് നിവി കുളിക്കാൻ പോയതും ഷാജി വന്ന് ചാർജ് ഓഫ് ചെയ്തിട്ടത് അവൾ അറിഞ്ഞില്ല. കുളിച്ചു കഴിഞ്ഞ് വന്ന് മുടി ഒതുക്കിക്കൊണ്ട് നിൽക്കുന്ന നിവിയെ കണ്ടതും ഷാജിക്ക് തന്നെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു. നിവി അയാളെ മനസ്സിലാക്കിയിരുന്ന തോന്നിൽ അയാൾ ഒരു പുതപ്പെടുത്തു. അവളുടെ പുറകിലൂടെ ചെന്ന് തലവായി മൂടാൻ ശ്രമിച്ചു. ചുമരിൽ കണ്ട നിഴൽ തന്നെ ആരോ അപായപ്പെടുത്താൻ വരുന്ന കണ്ട് നിവി അതേ നിമിഷം ഒഴിഞ്ഞു മാറിയിരുന്നു. തിരിഞ്ഞു നോക്കി നിവി അവിടെ ഷാജിയെ കണ്ടു. ഒരു നിമിഷം വിശ്വസിക്കാനാവാൻ നിന്നു. അവളുടെ നീക്കം അയാൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ തന്നെ മനസ്സിലാക്കിയെന്ന് കണ്ടതും അയാളുടെ മുഖത്ത് ക്രൂരത നിറഞ്ഞു. അയാളിലെ മാറ്റം ഒരു നടക്കത്തോടെ തിരിച്ചറിഞ്ഞ നിവിക്ക് നെഞ്ചി പിളർന്നു പോകുന്ന പോലെ തോന്നി. ഒളിഞ്ഞും തെളിഞ്ഞും നവി അവൾക്ക് കൊടുത്ത പല സൂചനകളും അയാൾക്ക് നേരെയാണ് വിരൽ ചൂണ്ടിയതെന്ന് ഒരു നോവോടെ അവൾ മനസ്സിലാക്കി. ചേച്ചിക്ക് സംഭവിച്ചത് മോൾക്ക് വരരുത്. ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളായിരിക്കും. നെഞ്ചി പിടയുമ്പോഴും ധൈര്യം ചോർന്നു പോകരുത്. നമ്മുടെ സ്നേഹവും വിശ്വാസവും ഒരിക്കലും നമ്മളെ തളർത്തരുത്. മരത്തൊന്ന് ചിന്തിക്കാതെ. നിവി മോളെ, അച്ഛൻ്റെ അടുത്തേക്ക് വാ. അച്ഛനോ? ഒരു വാക്ക് പോലും നിങ്ങളുടെ നാവിൽ നിന്ന് വീഴരുത്. നിങ്ങളാണല്ലോ എൻ്റെ ചേച്ചിയും. അതെടി, ഞാൻ തന്നെയാ. ഒരുത്തം വന്നത് ഏറ്റെടുത്തു. എൻ്റെ തലേന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്തു. നിനക്കും അതേ വിധിയാണ്. ഒരു നിമിഷം അവളുടെ മനസ്സിലൂടെ നിവിയും നവിയും അച്ഛൻ്റെ കൂടെ കളിച്ചതും ചിരിച്ചതുമെല്ലാം കടന്നുപോയി. കണ്ണുകൾ നിറഞ്ഞൊഴുകിയെങ്കിലും അവൾ ആത്മനിയന്ത്രണം പാലിച്ചു. ഇറങ്ങ്, ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങണം. എൻ്റെ ഇഷ്ടം പോലെ എല്ലാം നടക്കട്ടെ, ഞാൻ തന്നെ ഇറങ്ങിക്കോളാം. അയാൾ അവൾക്കരികിലേക്ക് നടന്നു വന്നതും നിവി പ്രതികരിക്കാനുള്ള മാർഗങ്ങൾ തേടി. തന്നെ കടന്നു പിടിക്കാൻ ശ്രമിക്കുന്ന അയാളെ നിവി ശക്തിയായി തള്ളി നീക്കി. പേടിയാണെന്ന് പറഞ്ഞ് നിവിയുടെ ബെഡിനടിയിൽ നവി സൂക്ഷിച്ചു വെച്ചിരുന്ന കമ്പിപ്പാര ഓർമ്മ വന്നതും അവൾ ബെഡ് വലിച്ചു മാറ്റി അത് കയ്യിലെടുത്തു. രണ്ടാമൊന്നും ആലോചിക്കാതെ തന്നിലേക്ക് അടുക്കാൻ ശ്രമിച്ച ഷാജിയുടെ വയറ്റിലേക്ക് അവൾ അത് വെച്ചടിച്ചു. വയറിൽ കൈ അമർത്തിക്കൊണ്ട് അയാൾ കാൽമുട്ട് കുത്തിയിരുന്നു. റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറാൻ ശ്രമിച്ച നിവിയെ അയാൾ ഒരു കൈ കൊണ്ട് പിടിച്ചു നിർത്തി. തന്നെ പിടിച്ച് കൈയിലേക്ക് തന്നെ അവൾ ആഞ്ഞു വീശി. വലിയൊരു അരച്ചോട് അയാൾ നിലത്തേക്ക് വീണതും നടുവിൽ വലിയൊരു മുറിപ്പാടിൽ നിന്നും രക്തം ചീന്തി. നിവിയുടെ നടുക്കത്തോടെ കയ്യിലുള്ള കമ്പി താഴേക്കിട്ടതും താഴെ കിടക്കുന്ന അയാളുടെ ശരീരത്തിലേക്ക് അഴുത്ത വിട്ടുകൊണ്ടിരുന്നു. വീണ്ടും വീണ്ടും രക്തം തറയിലേക്ക് പടർന്നുകൊണ്ടിരുന്നു. നിവിയുടെ വിളി കേട്ടത് കയ്യിലുള്ള വെട്ടുകത്തി താഴ്ത്തി അവർ കിതപ്പോടെ അവൾക്ക് നേരം തിരിഞ്ഞു. പൊന്നുമോള്, മനസ്സിലാക്കിയില്ലല്ലോ ഇയാള് ഞാൻ. എന്റെ നവി മോളെ ഇയാള്. അലറിക്കരഞ്ഞുകൊണ്ട് അവൾ ആ വെട്ടുകത്തി താഴെയിട്ടു. നിവിയെ കെട്ടിപ്പിടിച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അമ്മയുടെ നെഞ്ചോട് ചേർന്നിരുന്നു. ഒന്ന് ഞരങ്ങിക്കൊണ്ട് അയാൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് കണ്ട് ദേവി ഭ്രാന്തെടുത്ത പോലെ എന്തിനു വേണ്ടി തിരഞ്ഞുകൊണ്ടിരുന്നു. സ്റ്റോർ റൂമിൽ പോയി മണ്ണെണ്ണയും തീപ്പെട്ടിയുമായി വരുന്ന അവരെ കണ്ട് നിവി ഭയന്നിരുന്നു. അയാളെ മുറിവിൽ ആഞ്ഞു ചവിട്ടി വീഴ്ത്തി. മണ്ണെണ്ണ ഒഴിക്കുമ്പോൾ നിവി അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. വേണ്ടമ്മേ, മതി, നമുക്ക് പോവാം. മതിയെന്നു. എൻ്റെ കുഞ്ഞിനോട് ഇവൻ ചെയ്ത ദ്രോഹത്തിനും മാപ്പില്ല നിവി. വെന്ത് മരിക്കണവൻ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം നശിപ്പിച്ച ഇതേ വീട്ടിൽ വെച്ച് തന്നെ. തടയാൻ ശ്രമിച്ച നിവിയെ പിടിച്ച് അടുത്ത റൂമിലേക്ക് തള്ളുമ്പോൾ അയാൾ ജീവൻ രക്ഷിക്കാൻ തറയിൽ കിടന്ന് നിരങ്ങി. കയ്യിലുള്ള തീപ്പെട്ടി ഇരച്ചു അയാൾക്ക് നേരിടുമ്പോൾ അവർ ആർത്ത് ചിരിച്ചു. ശരീരത്തിലേക്ക് പൊള്ളലേറ്റ് തുടങ്ങിയതും അയാൾ അലറിക്കരഞ്ഞു. അടുത്ത വീട്ടിലെ ആളുകളും ഓടി വന്നിരുന്നപ്പോഴേക്കും തങ്ങൾക്ക് നേരെ വരുന്നവരെയും തീ കാണിക്കാൻ ശ്രമിക്കുന്നവരെയും അവർ താഴെ കിടക്കുന്ന വെട്ടുകത്തി വീശി തടഞ്ഞു. കൺമുന്നിൽ കണ്ടതുമൊന്നും അംഗീകരിക്കാൻ കഴിയാതെ നിവി പേടിച്ചൊരു പ്രതിമ പോലെ നിന്നു. ദേവി ഇടത് കൈകൊണ്ട് നിവിയെ ചേർത്ത് പിടിച്ചു. അവർക്ക് നേരെ കത്തി വീശി. എൻ്റെ മക്കളെ തൊട്ട ഇതേ അവസ്ഥ തന്നെയായിരിക്കും എല്ലാവർക്കും. ദേവി ജീവനോടെ ഇരിക്കുമ്പോൾ സമ്മതിക്കില്ല ഞാൻ.
അവിടെ വാക്കുകളും പ്രവൃത്തിയും കണ്ട് ഒന്നും ചെയ്യാതെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിഞ്ഞില്ല. ഷാജി നിലത്ത് കിടന്ന് കത്തുന്നത് ഇടയ്ക്കിടെ നോക്കി ദേവി ആസ്വദിച്ചു കൊണ്ടിരുന്നു. ഓടി വന്നവരിൽ ആരൊക്കെ പോലീസിൽ വിവരം അറിയിച്ചു. പിന്നെ അവരുടെ ബന്ധുക്കളെയും. നേരം സന്ധ്യയോടടുത്ത് തുടങ്ങിയിരുന്നു. ദേവൻ കാർ വളരെ വേഗം ഓടിച്ചു. നവി പ്രാർത്ഥനകളോടെ ഇരുന്നു. അരമണിക്കൂർ കൊണ്ട് അവർ അവിടേക്ക് എത്തിയിരുന്നു. ഇരുട്ട് വീണു തുടങ്ങി. വീടിനോട് അടുക്കം തോന്നി എന്തൊക്കെയോ ബഹളം കേട്ടുകൊണ്ടിരുന്നു. കുറെ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടതും അവിടെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി. വീടിന് മുന്നിൽ ആൾക്കാരെ കണ്ട് നടുങ്ങി. നവി അകത്തേക്ക് ഓടിക്കേറി. പുറകെ ദേവനും. പുറത്തു നിൽക്കുന്ന ആളുകൾ അവരെ തടഞ്ഞു. ഇപ്പം അകത്തേക്ക് പോകണ്ട. ദേവി ചേച്ചിക്ക് മാനസിക നില തെറ്റിയതുപോലെ എല്ലാവരും ഉപദ്രവിക്കുന്നുണ്ട്. നവി അവളുടെ വാക്കുകളെ തള്ളിക്കളഞ്ഞ് അകത്തേക്ക് കയറിയ അവർക്ക് നേരെ ദേവി കത്തി വീശി. ദേവൻ നവിയെ പിടിച്ചു മാറ്റി. അവരിൽ നിന്ന് കത്തി പിടിക്കാൻ വാങ്ങാൻ അഖിയൻ ദേവന് ശ്രമിച്ചു. ഭ്രാന്തമായ അവസ്ഥയിൽ നിൽക്കുന്ന അമ്മയെയും അവിടെ കൈകൾക്ക് ഇടയ്ക്ക് നിന്ന് കരുതുന്ന നിവിയെയും കണ്ട് നവിക്ക് ജീവൻ നിലക്കുന്നത് പോലെ തോന്നി. മുന്നിൽ നിൽക്കുന്ന ദേവനെ പിടിച്ചു മാറ്റി നവി മെല്ലെ മുന്നോട്ട് നടന്നു. അമ്മയുടെ കണ്ണുകളിൽ തന്നെ നോക്കി നടക്കുന്ന അവളെ തടയാൻ ദേവൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അമ്മയുടെ നവിയല്ലേ, നോക്ക്, നിവിമോളും പിടിച്ചു കരയുന്നതും. അമ്മ തൻ്റെ കണ്ണുകളിലേക്ക് ഒറ്റ നോക്കിക്കൊണ്ട് അവൾ വിളിച്ചതും അവളെ തിരിച്ചറിഞ്ഞു ആർത്ത് ചിരിച്ചു. കത്തി താഴെയിട്ടു അവളെ പിടിച്ചു. അവർ തറയിൽ കിടന്നു. കത്തുന്ന ഷാജിക്കരിയിലേക്ക് ചൂണ്ടി. കത്തി അമരുന്ന ശരീരം നോക്കി അവൾ നിന്നു. കണ്ണും ചിമ്മാൻ പോലും നിൽക്കാതെ അയാളുടെ വേദനയിൽ അവൾ സന്തോഷിച്ചു നോക്കി നിന്നു. ദേവൻ അവരെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചെങ്കിലും നവി മാത്രം ഒരു ചിരിയോടെ അവിടെ നിന്നും ബലമായി കയ്യിൽ പിടിച്ചു വലിച്ചു. ദേവൻ അവളെയും അടുത്ത റൂമിൽ നിവിക്ക് അമ്മയ്ക്കൊപ്പം ഇരുത്തി. തലതാഴ്ത്തിരിക്കുന്ന നിവിക്കരികിലേക്കാണ് നവി പോയതും. അവളുടെ മുഖം പിടിച്ച് നേരാക്കിയതും നിവി അവളെ മുറുകെ പെട്ടിപ്പിടിച്ചു വയറിലേക്ക് മുഖം പൂത്തി കരഞ്ഞു. കരയണ്ട, എൻ്റെ മക്കൾ കരയല്ലേ, കൊന്നയാളെ, ഇനിയൊന്നും പേടിക്കണ്ട, അമ്മയില്ലേ കൂടെ. അമ്മ പറഞ്ഞു പൂർത്തിയാകും മുന്നേ അവർ താഴേക്ക് വീണിരുന്നു. ആകി വന്ന് അവരുടെ പൾസ് നോക്കി. സമയം കളത് അവരെ എടുത്ത് കാറിലേക്ക് കയറി. നവിയും നിവിയും കൂടെ കയറിയത് കാർ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. സംഭവ സ്ഥലത്തേക്ക് പോലീസ് വന്നിരുന്നു. ആംബുലൻസ് വന്ന് അയാളുടെ ശരീരമെടുത്ത് സ്ട്രെച്ചറിലേക്ക് കിടത്തുമ്പോൾ അയാളൊന്ന് ഞെരങ്ങി. ജീവന് ബാക്കിയുണ്ടെന്ന് അറിഞ്ഞു. വേഗം പൊക്കിയെടുത്തതും അയാളുടെ കൈകളും കാലുകളും വേർപെട്ടു. തൂങ്ങിക്കിടന്നു. സംഭവം അറിഞ്ഞു ഓടി വന്ന അമലിനും നിശാന്തിനും ഒപ്പം ദേവന് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ദേവൻ നേരെ പോയത് ദേവിയുടെ അടുത്താണ്. ഐസുവിന് മുന്നിൽ പരസ്പരം താങ്ങായി നവിയും നിവിയും നിൽക്കുന്നുണ്ടായിരുന്നു. അടുത്ത ചെയറിൽ അഖിയൻ ഇരിപ്പുണ്ട്. ദേവനെ കണ്ടതും നിവി അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ദേവനുമൾ ആശ്വസിപ്പിക്കുമ്പോഴും നിർവികാരമായി നിൽക്കുകയായിരുന്നു നവി. ഐസുവിൻ്റെ ഡോർ തുറന്ന ഡോക്ടർ നിരാശയോടെ പുറത്തേക്ക് വന്നു. സോറി, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ശ്രമിച്ചു, പക്ഷേ വിധി മറ്റൊന്നാണ്. വേണമെങ്കിൽ അവസാനമായി ഒന്ന് കണ്ടോളൂ. ദേവിനും അഖിയും നവിയെയും നിവിയെയും കൊണ്ട് അകത്ത് കടന്നു. നിവി അമ്മയെ കണ്ട് പൊട്ടിക്കരഞ്ഞു. നവി അവരുടെ മുഖത്തേക്ക് വെറുതെ നോക്കിയതേയുള്ളൂ. എൻ്റെ മോള് കരയണ്ട, മോൾക്ക് ചേച്ചിയുണ്ടല്ലോ. അമ്മയോട് ക്ഷമിക്ക്, നീ കുഞ്ഞിനെ മനസ്സിലാക്കാൻ പറ്റില്ല. ദേവി നവിയുടെ കൈ പിടിച്ചു നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളൊന്ന് കുനിഞ്ഞുകൊണ്ട് ആ നെറുകയിൽ ഉമ്മ വെച്ചു. കണ്ണിൽ നിന്ന് ഒരു തുള്ളി അവരുടെ നെറുകയിലേക്ക് പതിച്ചു. രണ്ട് മക്കളുടെയും കൈകൾ നെഞ്ചോട് ചേർത്തു. ദേവിനെ നോക്കി ചിരിച്ചുകൊണ്ട് അവർ യാത്രയായി. നവിയുടെ കരച്ചിൽ ഉയർന്നു കേട്ടതും നവി തിരിഞ്ഞു നോക്കാതെ പുറത്തേക്ക് ഇറങ്ങി. പുറകെ ദേവനും പോയിരുന്നു. നവി, എൻ്റെ അമ്മ പോയി. ഇങ്ങനെ ഉണ്ടാകാതിരിക്കാനല്ലേ ഞാൻ അകറ്റി നിർത്തിയത്. എന്നിട്ടിപ്പോൾ കണ്ടു ദേവേട്ട, എൻ്റെ അമ്മ. കൂടുതലൊന്നും പറയാൻ സമ്മതിക്കാതെ ദേവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഉള്ളിലെ സങ്കടങ്ങൾ മുഴുവൻ അവൻ്റെ നെഞ്ചിലേക്ക് പെയ്ത് തീർത്തിരുന്നവൾ ഹോസ്പിറ്റൽ ഫോർമാറ്റ് ക്ലിയർ ചെയ്യാൻ അഖിയെ ഏൽപ്പിച്ചു. നവിക്കും നിവിക്കൊപ്പം അമലിനെ ഇരുത്തി നിശാന്തിനെയും കൊണ്ട് ദേവൻ ഷാജിയുടെ അടുത്തേക്ക് പോയി. രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല ദേവ, ഇന്റേണൽ ഓർഗാൻസിനും പൊള്ളനേറ്റിട്ടുണ്ട്. കൂടിപ്പോയ 3 ദിവസം. ആ 3 ദിവസം ഇവിടെ കിടക്കട്ടെ. കിടന്ന് അരകിച്ച് ചാവട്ടെ. തൊണ്ട് നനയ്ക്കാൻ പോലും ഒരു തുള്ളി വെള്ളം കൊടുക്കരുത്. വേദന സഹിച്ച് നീറി ഇവിടെ കിടന്ന് തീരണം. ചെറിയ ചെവിന്നുള്ള പരിഗണന കൊടുക്കരുത്. ഇല്ല ദേവ, ഒരിക്കലും. ഇയാൾ എൻ്റെ അച്ഛൻ്റെയോ ചെറിയച്ഛൻ്റെ സ്ഥാനത്തേക്ക് യോഗ്യനല്ല. അവരെനിക്ക് പെങ്ങന്മാരെ തന്നെയാണ്. വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്കിടയിലേക്ക് വന്നിട്ടില്ല. വിശ്വാസമുള്ള ആരെങ്കിലും ഇവിടെ നിർത്തിയാൽ മതി. ചത്തെന്നറിയാൻ വേണ്ടി മാത്രം പോലീസ് കേസൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ദേവിയമ്മയെ ചിറ്റയുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇനി ആ വീട്ടിലേക്കില്ല. ഞാൻ ചെല്ലട്ടട അങ്ങോട്ട്. തിരിഞ്ഞു നടക്കുന്ന ദേവിനെ നിശാന്ത് കയ്യിൽ പിടിച്ച് തിരിഞ്ഞു. ഈ സമയത്ത് പറഞ്ഞത് ശരിയാണോ എന്നറിയില്ല, പക്ഷേ
കുറച്ചുനാൾ മുന്നേ ഇതേ സ്ഥലത്ത് വെച്ച് കൊല്ലാൻ വരെ തോന്നിയിട്ടുണ്ട് തന്നെ. സ്വാർത്ഥത കൊണ്ടാണെങ്കിലും അച്ഛൻ്റെ ഭീഷണി കാരണം ഒന്നിനും മുതിർന്നിട്ടില്ല. പക്ഷെ ഇപ്പം മനസ്സിലായി, എൻ്റെ നവിയുടെ ഭാഗ്യമാണ് താൻ കൂടെ ഉണ്ടെങ്കിലും അവളെല്ലാം മറന്ന് പുതിയ ജീവിതത്തിലേക്ക് വരും. ദേവൻ അവനൊന്ന് തോളിൽ തട്ടിക്കൊണ്ട് തിരിച്ചു നടന്നു.